നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തെരുവുനായകളുടെ ആക്രമണത്തിൽ നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞു. ചാലക്കുടി വെട്ടുകടവ് പാലത്തിന് മുകളിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ശക്തമായ മഴയിൽ പുത്തഞ്ചിറ പിണ്ടാണിയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. പിണ്ടാണി പടിഞ്ഞാറെ മിച്ചഭൂമിയിൽ താമസിക്കുന്നവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. സംസ്ഥാനത്ത് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. 4 ജില്ലകളിൽ റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചു. വാർത്തകൾ വിശദമായി. തെരുവുനായകളുടെ ആക്രമണത്തിൽ നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞു. ചാലക്കുടി വെട്ടുകടവ് പാലത്തിന് മുകളിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കാറിനകത്തുണ്ടായിരുന്ന 2 പേർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വിദേശത്തേക്ക് പോകുന്ന സുഹൃത്തിനെ യാത്രയാക്കാനായി പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. മേലൂരുള്ള മറ്റൊരു സുഹൃത്തിനെ കൂടെ കൂട്ടാനായാണ് ഇവർ വെട്ടുകടവ് പാലം വഴി പോയത്. പാലം കയറിയതോടെ തെരുവുനായക്കൂട്ടം കാറിന് നേരെ പാഞ്ഞെടുത്തു. കാറിന് മുകളിലേക്ക് ചാടി പരിഭ്രാന്തി സൃഷ്ടിച്ച നായക്കൂട്ടത്തിന്റെ പരാക്രമണത്തിൽ കാറിന്റെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തുടർന്ന് റോഡിലൂടെ നിരങ്ങിയ കാർ പാലത്തിന്റെ കൈവരികളിൽ ഇടിച്ചു നിന്നു. കൈവരികൾ തകർന്നിരുന്നെങ്കിൽ കാർ പുഴയിലേക്ക് പതിക്കുമായിരുന്നു. ചാലക്കുടി മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. മാർക്കറ്റിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും നായ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേൽക്കുന്നത്. തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ശക്തമായ മഴയിൽ പുത്തഞ്ചിറ പിണ്ടാണിയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. പിണ്ടാണി പടിഞ്ഞാറെ മിച്ചഭൂമിയിൽ താമസിക്കുന്നവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. റോഡ് നിറഞ്ഞൊഴുകുകയും ചെയ്തു. കാരക്കാട്ട് മഠം ഉണ്ണികൃഷ്ണൻ, പെരുമ്പിള്ളി വിലാസിനി, തോപ്പുവളപ്പിൽ ഉണ്ണികൃഷ്ണൻ, പുതിയടത്ത് ബാബു, പാറയത്ത് ചന്ദ്രവല്ലി, പരുത്തിലാൽ തങ്ക എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. പിണ്ടാണി പടിഞ്ഞാറെ മിച്ചഭൂമിയിൽ താമസിക്കുന്ന ചൂരപ്പെട്ടി ശശിയുടെ വീടിന്റെ അടുക്കളയുടെ സമീപത്തേക്കാണ് കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണത്. കൊടുങ്ങല്ലൂർ സ്വദേശി സുബിയുടെ പറമ്പിലെ കരിങ്കൽ ഭിത്തിയാണ് ഞായറാഴ്ച രാത്രി തകർന്നു വീണത്. ആളപായമില്ല. എല്ലാ വർഷവും വെള്ളം കയറുമ്പോൾ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്ത് സന്ദർശനം നടത്തുന്നതല്ലാതെ ശാശ്വത പരിഹാരം കണ്ടെത്തുന്നില്ലെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ PC ബാബു പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. 4 ജില്ലകളിൽ റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചു. മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ടയിൽ മഴ ശക്തമായതോടെ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നു. സംസ്ഥാനത്ത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്. അങ്കണവാടി, ട്യൂഷൻ സെന്റർ, സ്കൂൾ, പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെ അവധി ബാധകമായിരിക്കും. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാള ഏരിയ പുത്തഞ്ചിറ യൂണിറ്റ് സമ്മേളനം നടന്നു. AKTA തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം അനിത റോയ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കൊല്ലം കുണ്ടറയില് 63 സെന്റ് സ്ഥലത്ത് 20,000 സ്ക്വയർ ഫീറ്റിൽ ഒരു 2 നില കെട്ടിടം. നിങ്ങൾ അറിയായിരുന്നു, ടൈലറും പാർക്കും ഉദ്ഘാടനം നടന്നത് അല്ലേ? അത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനാ? ടൈലർ, അതായത് ടൈലർ ടച്ച്, കേരള ബ്രാൻഡായ ടൈലർ ടച്ചിന്റെ വസ്ത്രങ്ങൾ നിർമ്മിച്ച് നമ്മുടെ ആളുകളിലേക്ക് അത് വിപണനം നടത്തി അതിന് ക്ഷേമം കൂടി, ക്ഷേമത്തിന്റെ ഘട്ടത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ തൊഴിലാളികളെ തന്നെ പരിശീലിപ്പിച്ച് അതിൽ ഉത്പാദനം നടത്തി അത് വിപണനത്തിന് നമ്മളിപ്പോൾ വിപണനത്തിന് തയ്യാറായി അതിലൂടെ നമ്മുടെ ക്ഷേമം നടത്തുന്നു. നമ്മളുടെയൊക്കെ ക്ഷേമം ചെയ്തു പോരുന്നു. ഇപ്പോൾ നമുക്കറിയാം, കുറേ കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇത് നല്ലൊരു സംഭവം നടന്നിട്ടുണ്ട്. എന്താണ്? കഴിഞ്ഞ കൊല്ലം നമ്മൾ സ്വാതന്ത്ര്യ പദ്ധതിയിൽ 210 രൂപ നമ്മൾ അടച്ചത് ഈ വർഷം തുടങ്ങി. ഇനി അടുത്ത വർഷം മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ 2025 മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമുക്ക് 50 രൂപ കുറച്ച് 160 രൂപ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. പക്ഷെ അത് കൊടുക്കേണ്ടത് ആ 50 രൂപ എങ്ങനെ കുറച്ച് ഈ ടൈലർ ടച്ചിന്റെ വസ്ത്രങ്ങൾ വിറ്റിട്ട് അല്ലേ? അതിലുപരി നമുക്ക് 2 ടൈലറിംഗ് ട്രെയിനിങ് സെന്റർ ഉണ്ട്. ഒന്ന് നമുക്ക് തിരുവനന്തപുരത്തും അടുത്തത് തൃശ്ശൂര് അല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? യൂണിറ്റ് പ്രസിഡന്റ് സാവിത്രി മനോഹരൻ അധ്യക്ഷത വഹിച്ചു.
ഏരിയ സെക്രട്ടറി ലീല ശ്രീധരൻ, KK യൂസഫ്, സിജി ഷാജി, സിനി ജെയിംസ് എന്നിവർ സംസാരിച്ചു. പിടിച്ചുവച്ചിട്ടുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും അടിയന്തരമായി വിതരണം ചെയ്യുക, മെഡിസെപ്പ് പദ്ധതി കുറ്റമറ്റതാക്കുക, സഹകരണ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, KSRTC പെൻഷൻകാർക്ക് മുടക്കം കൂടാതെ പെൻഷൻ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷനേഴ്സ് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PA സീതി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് IUML ദേശീയ കൗൺസിൽ അംഗം കരീം പന്നിത്തടം, KSPL ചാരിറ്റി വിംഗ് സംസ്ഥാന ചെയർമാൻ KK മുഹമ്മദ് കുട്ടി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് T മുഹമ്മദ്, ജില്ലാ കോർഡിനേറ്റർ KA സിദ്ദിഖ്, സംസ്ഥാന PTA അധ്യാപക അവാർഡ് ജേതാവ് PA ഫസീലത്ത്, മുൻ വ്യവസായ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ M മുഹമ്മദ് അനീസ് തുടങ്ങിയവർ സംസാരിച്ചു. KK മുരളീധരൻ, മുൻ പോലീസ് സബ് ഇൻസ്പെക്ടർ V മുഹമ്മദ് ഹാജി, EK അബ്ദുൽ ഖാദർ, NK റഹീം, ബ്രഹ്മക്കുളം, MK അബ്ദുൽ വഹാബ്, RA സബിയ, AH മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള പാണൻ സമാജം കൊടകര യൂണിറ്റിന്റെ 22ാം വാർഷിക സമ്മേളനം നടത്തി. കൊടകരയിൽ നടത്തിയ സമ്മേളനം സുപ്രീം കോടതി ജുഡീഷ്യൽ അക്കാദമി ഫോർമർ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ G മോഹൻ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. KPS കൊടകര യൂണിറ്റ് പ്രസിഡന്റ് PR രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി N രവീന്ദ്രൻ, KPS രക്ഷാധികാരി രവീന്ദ്രൻ പനയത്ത്, സംസ്ഥാന പ്രസിഡന്റ് KI കുട്ടൻ, സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നെട്ടിശ്ശേരി, കൊടകര യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TP ബാലൻ, TB ജഗതി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ നേടിയ PB ബിജുവിനെയും വാദ്യകലാകാരൻ ഉണ്ണികൃഷ്ണൻ നെട്ടിശ്ശേരിയെയും ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് സയൻസിൽ സ്റ്റേറ്റ് സെക്കൻഡ് റാങ്ക് നേടിയ NB ലക്ഷ്മി തേജസിനെയും സ്കൂൾ കലോത്സവത്തിലെ വിജയികളായ രക്ഷന്ത് P നിതീഷ്, ദേവനന്ദ രമേശ് തുടങ്ങിയവരെയും അനുമോദിച്ചു. ചാലക്കുടി ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ 2025 മാർച്ച് 1, 2, 3 തീയതികളിൽ ആഘോഷിക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും രശീദ് ഉദ്ഘാടനവും നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ നോട്ടീസിന്റെ പ്രകാശനവും രശീദ് ബുക്ക് ഉദ്ഘാടനവും നടത്തി. ശങ്കരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ AB ജോർജ്, വൈസ് ചെയർമാൻ ആലീസ് ഷിബു, പ്രതിപക്ഷ പാർട്ടി ലീഡർ സുരേഷ്, കൗൺസിലർമാരായ എലിസബത്ത്, ബിന്ദു ശശികുമാർ, സുധാ ഭാസ്കരൻ, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന സെക്രട്ടറി വത്സൻ ചമ്പക്കര, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ദ്വിദിന പഠന ക്യാമ്പ് വാഴച്ചാലിൽ സമാപിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം K രമ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് അശോകൻ ചെരുവിൽ, PC മനോജ്, KS സതീഷ് കുമാർ, അഡ്വക്കേറ്റ് പ്രേം പ്രസാദ്, ജലീൽ T കുന്നത്ത്, V മുരളി, ഡോക്ടർ ഷീല, ഡോക്ടർ KG വിശ്വനാഥൻ, ഡോക്ടർ ജോൺ ജോഫി, KV അഭയൻ, KS സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവുനായകളുടെ ആക്രമണത്തിൽ നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞു. ചാലക്കുടി വെട്ടുകടവ് പാലത്തിനു മുകളിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ശക്തമായ മഴയിൽ പുത്തഞ്ചിറ പിണ്ടാണിയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. പിണ്ടാണി പടിഞ്ഞാറെ മിച്ചഭൂമിയിൽ താമസിക്കുന്നവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. സംസ്ഥാനത്ത് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. 4 ജില്ലകളിൽ റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.